സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ശശികല ടീച്ചർ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഒരു നശിപ്പ്, വിഷം മാത്രം വമിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ വിഷം മാത്രം പുറത്തുവിടുന്ന ഒരു ജീവിയാണെന്നൊക്കെ നമുക്ക് അവരെ പറ്റി പറയാൻ പറ്റും. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഇവരെ എഴുതി വെക്കുക എന്നുള്ളൊരു വലിയ അത്ഭുതമാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്. അതില് പോസ്റ്റിന് കാരണമായിട്ട് മാറുള്ളത് വേറൊരു പോസ്റ്റാണ്. മുസ്ലിം പെൺകുട്ടി ആയതിനാൽ മകളുടെ സുഹൃത്തിന് ഡൽഹിയിൽ വീട് ലഭിച്ചില്ല. രാജ്യം റിപ്പബ്ലിക്കായി 75 വർഷമായി. സാമൂഹിക ഉച്ചനീചത്വങ്ങൾ ഇന്നും തുടരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് വന്നത്. സുപ്രീം കോടതി ജസ്റ്റിസ് ഉജ്ജൽ ദുയാലിന്റെയാണ് ഈ വാക്കുകളൊക്കെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആയമ്മയുടെ കയ്യിലേക്കും ഈ ഒരു കലയുടെ കയ്യിലേക്കും ഈ ഒരു വാക്കുകൾ എത്തി. ഇവര് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ കുറച്ച് വരികൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അത് കൃത്യമായിട്ട് വായിക്കണം. ഉടമസ്ഥനല്ലേ തീരുമാനിക്കുക സ്വന്തം വീട് ആർക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന്? അതോ അത് വാടകക്കാരുടെ അവകാശമാണോ? ഒന്ന് ആലോചിച്ച് നോക്കണേ. മുസ്ലിം ആയതിനാൽ തന്റെ മകളെ സുഹൃത്തിന് ഡൽഹിയിൽ വീട് ലഭിച്ചില്ല. അതിന് ഭാഗമായിട്ടുള്ള മാറ്റി നിർത്തലുകൾ മുസ്ലിം മതത്തിൽ പെട്ടതിനാൽ എന്ന് കൃത്യമായിട്ടും ആ ഒരു ചീഫ് ജസ്റ്റിസ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചതിനെയാണ് നമ്മുടെ ശശികല ടീച്ചർ പറയുന്നത് വാടകക്കാരല്ലേ തീരുമാനിക്കുക. ശരിയാണ്, 100% ശരിയാണ്. താഴത്തേക്ക് നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ചെന്നാൽ ഗോമാംസം അവകാശമാകും. മനസ്സിലായില്ലേ? ഇവര് അതങ്ങനെ അവസാനിപ്പിച്ച കുഴപ്പമില്ല. കൃത്യമായിട്ടും എന്തുകൊണ്ടായിരിക്കാം മുസ്ലിമായിട്ട് ജനിച്ച ഒരാളെ അവിടെ കയറ്റാതിരുന്നത് എന്നതിനെ പറ്റി പറയുന്നത്. അവിടെ ചെന്നാൽ ഗോമാംസം അവകാശമാകും. ഇവര് ഗോമാംസം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. കേരളത്തിൽ എല്ലാവരും പശുവിനെ കൃത്യമായിട്ട് വെട്ടിത്തിരുന്ന ആൾക്കാരാണോ? അല്ല. കഴിക്കുമ്പോൾ തന്നെ ഇത് പശു ഇറച്ചിയാണോ വേറെ എന്തെങ്കിലും ഇറച്ചിയാണോ എന്ന് കഴിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പശുവിന്റെ ഇറച്ചിയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പാലിന്റെ ചോയ ആളുകൾക്ക് ഫീൽ ചെയ്യും. ബീഫ് ആണെങ്കിൽ അതൊന്നും ഫീൽ ചെയ്യില്ല. ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, പശു ഇറച്ചിയല്ല, അത് വേറെ ഒന്നാണ്. ബീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്ത്, നല്ല കാർത്ത ഗ്ലാമർ കുട്ടന്മാരായിട്ടുള്ള പോത്ത് എന്ന് പറയുന്ന ജീവിയുണ്ട്. ദതിനെയാണ് നമ്മുടെ കേരളത്തിൽ ബീഫ് എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ ചില തീവ്രവാദ സംഗതികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിടണം. അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഫീൽ ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അവിടെ ചെന്നാല്, അതായത് മുസ്ലിങ്ങൾക്ക് ഡൽഹിയിലൊക്കെ വീട് കൊടുത്തു കഴിഞ്ഞാൽ, വാടകയ്ക്ക് മുറികൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗോമാംസം കഴിക്കാൻ തുടങ്ങുന്നു. ഒന്ന് ആലോചിക്ക്. എന്തൊരു വൃത്തികെട്ട മനസ്സാണ് ഇവരെന്ന് ആലോചിക്ക്. അവിടെ ചെന്നാൽ ഗോമാംസം അവകാശമാകും. മറ്റു താമസക്കാരെ മാർക്കം കൂടൽ അനിവാര്യമാകും. എന്ത് ഈ മാർക്കം കൂടൽ? അതായത് ഇതൊരു മുസ്ലിം മതവിശ്വാസിയല്ലേ? ഇവരവിടെ ചെന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ആളുകളൊക്കെ മുഴുവൻ ഇങ്ങോട്ട് അവരെ മതത്തിലേക്ക് ക്ഷണിക്കും എന്നർത്ഥം. എന്റെ സുഹൃത്തുക്കളെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദു മതത്തിലാണ് പെട്ടുപോയത്. എൻ്റെ വീടിന്റെ ഇടതുവശത്ത് ഉള്ളത് വേണമെങ്കിൽ പറയാം ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. എൻ്റെ വീടിന്റെ നേരെ സൈഡിൽ മുൻഭാഗത്തുള്ളത് ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. എൻ്റെ ഇടതുവശത്ത് താമസിക്കുന്നവർ മുഴുവൻ ഒരാൾ ഒഴികെ എങ്ങാണ്ട് മുസ്ലിം മതവിശ്വാസിയാണ്. എൻ്റെ നേരെ മുമ്പിൽ ഒരു മാഷുണ്ട്, എൻ്റെ പുറകിൽ മുസ്ലിം മതവിശ്വാസിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വേണമെങ്കിൽ എൻ്റെ വഴിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ 4-5 ഹിന്ദുക്കളുടെ വീടുകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ബാക്കി മുഴുവൻ നല്ല ബിസിനസ് ടൈക്കൂണുകളുടെയും മറ്റൊക്കെ വീടുകളാണ്. അവർ മുസ്ലിം മതവിശ്വാസികളാണ്. അസലായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ പറയുന്നത് ഞാൻ ഇവരുടെ ഇടയിലാണ് താമസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ, ഈ ഒരു നിമിഷം വരെ ഈ പറയുന്ന ഒരാൾ പോലും മാർക്കം കൂടാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടില്ല. ഞാൻ സത്യസന്ധമായി പറയണം. ഈ മലപ്പുറത്താണ് താമസിക്കുന്നത്, മുസ്ലിങ്ങളുടെ ഇടയിലാണ് താമസിക്കുന്നത്. വേണമെങ്കിൽ പൊന്നാനിക്ക് തൊട്ടടുത്താണ്. ഇനി മാർക്കം കൂടാൻ എനിക്ക് അവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദേശത്തേക്ക് എനിക്ക് യാത്ര ചെയ്യേണ്ട, വെറും 10 രൂപയുടെ ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് എനിക്ക് പൊന്നാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ പറയുന്ന മാർക്കം കൂടുക എന്ന് പറയുന്ന പള്ളിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരി, നമുക്ക് വേഗം മുസ്ലിം മതത്തിലേക്ക് കയറാന്ന് പറഞ്ഞ പരിപാടി അവിടെ നടക്കൂല. നല്ല
കൃത്യമായിട്ടുള്ള രീതിയോട് കൂടിയിട്ട് കൃത്യമായിട്ട് നമ്മളെ കൗൺസിലിംഗ് നടത്തി നിങ്ങൾക്ക് പാറ്റെങ്ക മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മാത്രം നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഈ ശശികല ടീച്ചർമാർ പറയുന്ന പോലെ നേരണ്ട് ഓടിപ്പോയിട്ട് മാപ്പിളാവുക എന്ന് പറഞ്ഞ പരിപാടി ഒന്നും നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇവർക്കിത് ഇങ്ങനെ എന്താ പറയുക, മുസ്ലിങ്ങൾ മുഴുവൻ മറ്റു മതസ്ഥരെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണെന്നുള്ള ഒരു പ്രചാരണം അവർക്ക് ഇങ്ങനെ കെട്ടഴിച്ചുവിടണം കഴിഞ്ഞിട്ടില്ല. അന്നേരം ആ വീട്ടുടമ മതേതരക്കാരുടെ ചീത്ത കേൾക്കുന്നതിൽ നല്ലത് മുൻകൂട്ടി ജാഗ്രത പാലിക്കുകയാണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകും. അതല്ലേ സാർ നാട്ടിലെ സ്ഥിതി എന്നാണ് ഇവർ ചോദിക്കുന്നത്. അതല്ലേ സാർ നാട്ടിലെ സ്ഥിതി എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവര് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. അതായത് അതിൻ്റെ അടിയിൽ ഒരാൾ ചോദ്യം ചോദിച്ചിരിക്കുന്നു, ശരി, നാളെ മുതൽ ഏതെങ്കിലും ഒരു വീട്ടുടമസ്ഥൻ ഹിന്ദുക്കളെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ എന്ത് ചെയ്യും? ഹിന്ദുക്കളെ ഞങ്ങളുടെ റൂം ഞങ്ങൾ കൊടുക്കൂല എന്ന് നാളെ ഏതെങ്കിലും ഒരു വീട്ടുടമസ്ഥൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഈ ടീച്ചർ വഴി മാറ്റി എഴുതോ? മാറ്റി എഴുതും. നിങ്ങൾക്ക് ഇടതുവശത്ത് കാണാം, ഇവരെ തന്നെ കുറച്ചു കാലം മുമ്പത്തെ ഒരു പോസ്റ്റാണ് 2025 17 മെയ് 2025. ഇങ്ങനെയാണ് സ്ഥലം വിൽപ്പനയ്ക്ക് ഒരു പരസ്യം വന്നാണ്. കണ്ണാടി പറമ്പ് ചേലിമുക്ക് കാറാട്ട് മെയിൻ റോഡിൽ 80 മീറ്റർ ഇന്ന സ്ഥലത്ത് ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് വിൽപ്പനയ്ക്ക്. മുസ്ലിം ഏരിയ ആയതിനാൽ മുസ്ലിങ്ങൾ ബന്ധപ്പെടുക, ബ്രോക്കറെ വിളിക്കേണ്ടതില്ല. മുസ്ലിം ഏരിയ ആയതിനാൽ മുസ്ലിങ്ങൾ ബന്ധപ്പെടുക എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ഏരിയയാണ്, അതൊന്ന് മുസ്ലിങ്ങൾ ബന്ധപ്പെടുക. അപ്പ ടീച്ചർക്ക് അവിടെ കലിപ്പായി. നോക്കൂ, ഇതേ സ്ഥലത്ത് ഹിന്ദുക്കൾ ഏരിയയാണ്, മുസ്ലിങ്ങൾ കയറേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനെ വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാമെങ്കിൽ ഇതിപ്പോൾ എന്ത് ചെയ്യും? നോക്കി, സ്ഥലം വാങ്ങാനും കാര്യം അറിയണം. ഇനി നമ്മളറിയാതെ ഇവിടെ വല്ല 370 വകുപ്പും ഉണ്ടോ? അപ്പൊ ഇതേ ചോദ്യം ഇവിടെയും പ്രാവർത്തികമല്ലേ ടീച്ചറെ? ആ ഡൽഹിയിൽ നമ്മൾ അറിയാത്ത വല്ല 370 വകുപ്പ് അവിടെ നിൽക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾ താമസിപ്പിക്കാൻ പാടില്ല എന്ന് വല്ല വകുപ്പുണ്ടോ? ഈ ഒരു തീവ്രവാദപരമായിട്ടുള്ള ആ ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് താങ്കൾക്ക് ഇങ്ങനെ എഴുതാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ പ്രതികരണം നടത്താൻ സാധിച്ചില്ല? എന്താ മുസ്ലിങ്ങളെ സ്ഥാപിച്ചാൽ അവിടെ താമസിപ്പിച്ചാൽ എന്താ പ്രശ്നം? അവിടെ എന്താ വല്ല 370 വകുപ്പുണ്ടോ എന്ന് എന്തേ ശശികല ടീച്ചർക്ക് എഴുതാൻ തോന്നാഞ്ഞേ? അത് എഴുതാൻ തോന്നാതിരിക്കുക എന്നുള്ള ആ ഒരു മനസ്സിനെ പറയുന്ന പേരാണ് തീവ്രവാദ മനസ്സ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അല്പമെങ്കിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ഒപ്പം തന്നെ പറഞ്ഞോട്ടെ, ഇമാതിരി ആളുകളുടെയൊക്കെ രീതികളൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നുണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നല്ലുണ്ട്. നിങ്ങളൊക്കെ നല്ല കട്ട സപ്പോർട്ട് വേണമെന്ന് ഞാൻ തുറന്നങ്ങോട്ട് പറയുകയാണ്. അല്ലാതെ ഈ പരിപാടിയുടെ കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് ഈ പറഞ്ഞു നിൽക്കാൻ സാധിക്കും. നമുക്ക് ഈ ആയുധം എടുത്തൊന്നും പരിചയമില്ല. ഇവന്മാർക്കാണെങ്കിൽ വർത്തമാനം പറഞ്ഞാൽ അറിയില്ല. ഇവർ രണ്ടാമത്തെ ഇവന്മാർ ആയുധം എടുത്ത് കളയും. മുൻകൂട്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ബൈ.